ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്രണ്ട്ലി പി എസ് സി. ഞാൻ ആര്യ. നമ്മള് LP UPക്ക് വേണ്ടിയിട്ട് ഒരു 7 ദിവസത്തെ മലയാളം സ്റ്റഡി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. LP UP മലയാളം 3 സെക്ഷൻ ആണുള്ളത്. സാഹിത്യപരം, ഭാഷാപരം, ബോധനശാസ്ത്രം. ഇതില് ഭാഷാപരം എന്നൊരു സെക്ഷൻ ആണ് നമ്മൾ 7 ദിവസം കൊണ്ട് പഠിച്ചു തീർക്കുന്നത്. അപ്പൊ അതില് ഡേ 2 ആയ ഇന്ന് SCRT 3-ാം ക്ലാസ് മുതൽ 5-ാം ക്ലാസ് വരെ പഠിക്കാനാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നിങ്ങൾ അതിലെ സാഹിത്യവും വൊക്കാബുലറി ഒക്കെ പഠിച്ചാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ക്ലാസ് ആദ്യം കാണുന്നവര് അപ്പൊ നമ്മുടെ റിവിഷനിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഫ്രണ്ട്ലി പി സി ടെലഗ്രാം ഫോളോ ചെയ്താൽ മതി. പഠിക്കാനുള്ള ക്ലാസ്സുകളുടെ ലിങ്ക് പൊതുവായിട്ട് നിങ്ങൾ പഠിച്ചോ എന്ന് വെരിഫൈ ചെയ്യാനുള്ള മോക്ക് ടെസ്റ്റിന്റെ ലിങ്ക് അതിൽ തരും. ഡേ 2-ല് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ടെസ്റ്റ് എഴുതി കാണും. അപ്പൊ അതിന്റെ ഉത്തരങ്ങൾ നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം, ശാഖി എന്ന വാക്കിന് അർത്ഥം എന്താണ്? ശാഖകളോട് കൂടിയ സാധനത്തിനല്ലേ ശാഖി എന്ന് പറയുന്നത്. ശാഖകളോട് കൂടിയ സാധനം എന്തുവാ? മരമല്ലേ. അപ്പൊ ശാഖി മരമാണ്, ശാഖി മരമാണ്. ഈ ഖി ചേർത്ത് വരുന്ന ആ മയിലിനൊരു പര്യായം ഉണ്ടല്ലോ, ഓർമ്മയുണ്ടോ? അതെന്താണ്? അത് ശിഖി. ശിഖി മയിലാണ്, ശാഖി മരമാണ്. കുയിലിന്റെ പര്യായം PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഏതാണ്? പികമാണ്, പികം. അടുത്തത് മുൻകാല ചോദ്യം ഫ്രം SCRT ആണ്. നിലവിന്റെ പര്യായം അല്ലാത്തതേത്? ചന്ദ്രിക നിലാവാണ്, ജ്യോത്സന നിലാവാണ്. പനിമതിയോ? പനിമതി ചന്ദ്രനാണ്, കൗമുദി നിലാവാണ്. അപ്പൊ നമ്മുടെ ഉത്തരം എന്താ? പനിമതി. പനിമതി നിലാവിന്റെ പര്യായമല്ല, കാരണം അവൻ എന്താണ്? പനിമതി ചന്ദ്രനാണ്. ONVക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി. ONV കുറിപ്പിന്റെ കൃതികളൊക്കെ SCRT ടെക്സ്റ്റിൽ നിങ്ങൾ പഠിച്ചാണല്ലോ. കൃതികളും PSC ചോദിക്കാറുണ്ട്. ONVക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് ഉപ്പ്. ഓർത്തു വെക്കാൻ എങ്ങനെയായിരുന്നു? അപ്പൊ വയലാർ അവാർഡ് നമ്മൾ വലഞ്ഞു എന്ന് പറഞ്ഞാ പഠിക്കുന്നത് അല്ലെ. അപ്പൊ വലയുമ്പോ ഒരു ഉപ്പ് സോഡയൊക്കെ കുടിച്ച് എന്ത് സുഖമായിരിക്കും. അപ്പൊ വയലാറ് അവാർഡ് ഉപ്പാണ്. നല്ല ചോദ്യമാണ്. വിചിത്ര വിജയം എന്ന നാടകം ആരുടെയാണ്? സ്നേഹിക്കയുണ്ണീ നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും എന്ന വരികൾ വരുന്നത് വിചിത്ര വിജയം നാടകത്തിൽ നിന്നാണ്. അത് എഴുതിയത് സ്നേഹൻ എന്നറിയപ്പെടുന്ന കുമാരനാശാനാണ്. കവി അബ്ദുറഹ്മാന്റെ തൂലികാനാമം എന്താണ്? ഉത്തരം ടി ഉബൈദ് എന്നാണ്. അബ്ദുറഹ്മാൻ തൂലികാനാമം ടി ഉബൈദ്. ഉറൂബ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? PC കുട്ടിക്കൃഷ്ണനാണ്. തുടിപ്പുറ്റ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ഗോവിന്ദ ഗണകനാണ്. വാലി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് വി മാധവൻ നായരാണ്. ഇതൊക്കെ കോഡിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. തൂലികാനാമത്തിന്റെ ക്ലാസ് ഫ്രണ്ട്ലി PSC കിടപ്പുണ്ട്, വേണമെന്നുള്ളവര് ചെയ്താൽ മതി. അതുപോലെ LP UPക്കാർ തന്നെ ജനറൽ PSC എഴുതുന്നുണ്ടെങ്കിൽ, അതായത് LDC CPO ഡിഗ്രി ലെവലൊക്കെ എഴുതുന്നുണ്ടെങ്കിൽ റിവിഷൻ ചെയ്യുന്നുണ്ട്. അവർക്ക് 25 days റിവിഷൻ ക്ലാസ് ആണ്. അപ്പൊ അതിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ടെലഗ്രാമിൽ ഇട്ടിട്ടുണ്ട്, അതിൽ ജോയിൻ ചെയ്തു. അവർക്കിപ്പോ ഒരു 6 ദിവസമായിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോ 2 ആയിട്ടുള്ളൂ. അപ്പൊ അതും 2 വേണമെന്നുള്ളവര് 2ലും ജോയിൻ ചെയ്തോ, എന്നിട്ട് അങ്ങ് കുത്തിയിരുന്ന് പഠിച്ചാൽ മതി. അപ്പൊ അങ്ങനെയാണെങ്കിൽ 1 മാസം കൊണ്ട് മലയാളം കയ്യിലിരിക്കും. ഐതിഹ്യമാലയുടെ രചയിതാവ്. ഇപ്പൊ ഭ്രമയുഗമൊക്കെ കണ്ടപ്പോ അതില് നമ്പൂതിരിയുടെ കഥ അത് ഐതിഹ്യമാലയിലുള്ളതാണെന്നൊക്കെ നിങ്ങൾ ഇന്റർവ്യൂലൊക്കെ കേട്ടിട്ടുണ്ടാവും. ഐതിഹ്യമാല രചിച്ചത് ആരാന്ന് ഓർമ്മയുണ്ടോ? കൊട്ടാരത്തിൽ ശങ്കുണ്ണി. ഓർക്കാനുള്ള കോഡ് എന്താണ്? കൊട്ടാരങ്ങളൊക്കെയാണ് ഈ ഐതിഹ്യങ്ങളിൽ കൂടുതൽ വരുന്നത് അല്ലെ. അപ്പൊ ഐതിഹ്യം കൊട്ടാരം, ഐതിഹ്യമാല കൊട്ടാരം, കൊട്ടാരത്തിൽ ശങ്കുണ്ണി. അത് മുൻകാല ചോദ്യം തന്നെയാണ്. പ്രഭ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ എന്താ? നമ്മുടെ കൂടെ എന്തായിരുന്നു? വൈക്കത്തഷ്ടമിയുടെ സമയത്തൊക്കെ വൈക്കത്തോട്ട് നോക്കുമ്പോ എന്തൊരു പ്രഭയാണ്. വൈക്കം മുഹമ്മദ് ബഷീർ. പ്രഭ തൂലികാനാമം വൈക്കം മുഹമ്മദ് ബഷീർ ആണ്. കനലെരിയും കാലം ആരുടെ ആത്മകഥയാണ്? ഇമ്പോർട്ടന്റ് ആണ്. കനലെരിയും. കുറച്ച് കനലെടുത്ത് കുളത്തിലേക്ക് ഇടുമ്പോ എന്നെരിയും. കനലെടുത്ത് കുളത്തിലേക്ക് ഇടുമ്പോ മേരി കുളം, കൂത്താട്ടുകുളം. മേരി ജോൺ കൂത്താട്ടുകുളം. ആത്മകഥ കനലെരിയും കാലം. വൈക്കം മുഹമ്മദ് ബഷീർ ആരംഭിച്ച പ്രസിദ്ധീകരണത്തിന്റെ പേരെന്താണ്? ഓപ്ഷൻ A ആണ്, പൗരനാദം എന്നാണ് കേട്ടോ. പൗരനാദം. അപ്പൊ ഈ വൈക്കം മുഹമ്മദ് ബഷീറുടെ അച്ഛനെ കുറച്ച് പുരോഗമന ചിന്താഗതിക്കാരനായിരുന്നു. അപ്പൊ ആ സമയത്ത് മുസ്ലിം സമുദായത്തിന്റെ ഇടയ്ക്കും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത ചില വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം അന്നും വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് തന്റെ മകനെ ഇംഗ്ലീഷ് പഠിപ്പിക്കാനൊക്കെ വിട്ട ഒരാളാണ്. അപ്പൊ മതത്തിൽ മാത്രം കെട്ടുപണഞ്ഞ് കിടക്കുന്ന ഒരാളല്ല. അതായത് മതത്തിൽ തന്നെ എല്ലാ മതങ്ങളിലും അതിൻ്റെതായ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈഡ് ഉണ്ടാവും അല്ലെ. അത് വളച്ചൊടിക്കപ്പെടുന്ന പല കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ തിരിച്ചറിഞ്ഞ് തന്റെ മകനെ നല്ലൊരു പൗരനാക്കി വളർത്തിയ ഒരു ആളാണ് ആര്? അദ്ദേഹത്തിന്റെ അച്ഛൻ. അതുപോലെ ഇതിപ്പൂപ്പായ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു. അതില് നമ്മുടെ ബഷീർ തന്നെ
രണ്ട് കുടുംബങ്ങളിലെ ചിന്താഗതിയും പൊങ്ങച്ചത്തിലൊന്നും അല്ല കാര്യം. ഇപ്പൊ എന്റെ അപ്പൂപ്പയ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നിസാർ അഹമ്മദിന്റെ അനിയത്തി പറയുന്നുണ്ട്, എന്റെ ഉപ്പൂപ്പയ്ക്ക് ഒരു കാളവണ്ടിയാണ് ഉണ്ടായിരുന്നത്, ആ കാളവണ്ടിയിൽ ചരക്കുകൾ കൊണ്ടുപോയി വിറ്റാണ് എന്റെ ഉപ്പാനെ പഠിപ്പിച്ചതും, അങ്ങനെ ഉപ്പായൊക്കെ പഠിച്ചത് കൊണ്ടാണ് ഞങ്ങളെ നന്നായിട്ട് പഠിപ്പിക്കാൻ പറ്റിയതും, അങ്ങനെയാണ് പറയുന്നത് അല്ലെ. അപ്പൊ അധ്വാനത്തിനാണ് പ്രാധാന്യം, അല്ലാതെ പൊങ്ങച്ചത്തിലൊന്നും കാര്യമില്ല, വിദ്യാഭ്യാസത്തിനാണ് പ്രാധാന്യം തുടങ്ങിയ ചിന്താഗതിയൊക്കെ നമുക്ക് അത് വായിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. അപ്പൊ പൊങ്ങച്ചത്തിന്റെ ആ ആന വെറും ഒരു കുയ്യാനയായിരുന്നു എന്ന ഒരു കൺക്ലൂഷനോട് കൂടെയാണ് ആ നോവൽ അവസാനിക്കുന്നത്. അപ്പൊ നല്ലൊരു ചിന്താഗതിയുള്ള ഒരു പൗരനാക്കിയാണ് വൈക്കം മുഹമ്മദ് ബഷീറിനെ വളർത്തിയത്. അതുകൊണ്ട് ഇത്തരം നല്ല ചിന്താഗതിയുള്ള പൗരന്റെ നാദം ആണ് പ്രസിദ്ധീകരണത്തിന്റെ പേര് പൗരനാദം. ഈ പൂവമ്പഴം ശബ്ദങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ കൃതിയാണ്. അതുപോലെ യോഗനാഥം SNDPയുടെ പ്രസിദ്ധീകരണമാണ്. മാധവിക്കുട്ടി ആരുമായി ചേർന്ന് എഴുതിയ നോവലാണ് അമാവാസി? മുൻകാല ചോദ്യമാണ്. ആരുമായിട്ടാണ്? KL മോഹനവർമ്മയുമായിട്ട് ചേർന്ന് എഴുതിയ കൃതിയാണ് അമാവാസി. മുൻകാല ചോദ്യം. അപ്പോ 10 ക്വസ്റ്റ്യൻ ആയിരുന്നു. നിങ്ങൾക്ക് എല്ലാം ശരിയായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ കഴിഞ്ഞ പരീക്ഷയ്ക്കും എല്ലാം ഫുള്ളൊക്കെ വാങ്ങിയ ഒത്തിരി പേരുണ്ടായിരുന്നു. അപ്പൊ ഉത്തരം ഇവിടെ കൊടുത്തിട്ടുണ്ട്, വേണ്ടവരങ്ങ് സ്ക്രീൻഷോട്ട് എടുത്തോ കേട്ടോ. ഓക്കെ, പിന്നെ നമ്മുടെ ഫ്രണ്ട്ലി PSയുടെ ബുക്കാണ്, വേണമെന്നുള്ളവർക്ക് വാങ്ങിക്കാം കേട്ടോ. അപ്പൊ മുൻകാല ചോദ്യങ്ങളും അതിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനും ആണ്. അപ്പൊ പദശുദ്ധി, വാക്യശുദ്ധി, പര്യായം, വിപരീതം, അങ്ങനെ കോമൺ ആയിട്ട് ചോദിക്കുന്ന, പിന്നെ അതുപോലെ കുറെ ഗ്രാമർ. അപ്പോൾ അങ്ങനെയുള്ള ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ ഈ ബുക്ക് പഠിച്ചാൽ മതിയാവും. അപ്പോൾ ഈ ബുക്ക് വാട്സപ്പ് വഴി വാങ്ങുന്നവർക്ക് ഈ ബുക്കിന്റെ ക്ലാസ്, അതിനുശേഷം നടന്നിട്ടുള്ള PSC പരീക്ഷകളിലെ മലയാളം ക്വസ്റ്റ്യൻസിന്റെ എക്സ്പ്ലനേഷൻ ക്ലാസ്, പിന്നെ SCRT ക്ലാസ്സും കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേണമെന്നുള്ളവർക്ക് വാങ്ങിക്കാം. അപ്പോ ഡേ 2 മോക്ക് ടെസ്റ്റും അതിന്റെ എക്സ്പ്ലനേഷനും കഴിഞ്ഞു. ഇനി ഡേ 3 എന്തൊക്കെ പഠിക്കണമെന്ന് വെച്ചാൽ, നിങ്ങളുടെ സിലബസിലുള്ള പദശുദ്ധി, സന്ധ്യകാര്യങ്ങൾ ഉൾപ്പെടെ. അപ്പൊ പദശുദ്ധിയുടെ ക്ലാസ്, സന്ധ്യയുടെ ക്ലാസ് ഞാൻ അയച്ചു തരും ഗ്രൂപ്പില്. സമാസിക്കല്, ഇപ്പൊ സമാസിക്കലും അയച്ചു തരും, സമാസവും അയച്ചു തരും. അപ്പൊ നാളെ കുറച്ച് ഏറെ പഠിക്കാനുണ്ട് നിങ്ങൾക്ക് കേട്ടോ. അപ്പൊ ഇപ്പൊ മുതൽ ഇരുന്ന് പഠിച്ചോ, ലിങ്ക് ഇപ്പൊ തന്നെ ഗ്രൂപ്പിലിടും. അപ്പൊ നാളെ 8 മണിക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ. അപ്പൊ നാളെ രാവിലെ 10 മണി മുതൽ നിങ്ങൾക്ക് ഡേ 3യുടെ ക്വിസ് അറ്റൻഡ് ചെയ്യാം. അതിന്റെ ലിങ്ക് ഇട്ടേക്കാം. അതുപോലെ ജനറൽ PSC ഇല്ലേ, LDC, CPO, ഡിഗ്രി ലെവൽ തുടങ്ങിയവയുടെ ഡീറ്റെയിൽഡ് പെയ്ഡ് ക്ലാസ് ഫ്രണ്ട്ലി PSCയിലുണ്ട് കേട്ടോ. ഫ്രണ്ട്ലി PSC ആപ്പിൽ വേണമെന്നുള്ളവർക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഡേ 3യുടെ എക്സ്പ്ലനേഷനുമായിട്ട് നാളെ. അപ്പൊ എല്ലാവരും മാർക്ക് കമന്റ് ചെയ്യണം കേട്ടോ. ശരി എന്നാ.